ഡാൻ കുര്യനുണ്ട്. ഡാൻ, ഇന്ന് ഈ രമേശ് ചെന്നിത്തല അധ്യക്ഷനായ പ്രചരണ സമിതി യോഗം KPCC യോഗം ആദ്യ യോഗം ചേരുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസിന് ബദലായി മുന്നോട്ട് വെക്കുന്ന CPM-ന്റെ രാഷ്ട്രീയ നീക്കത്തെ ചെറുക്കാൻ എന്താണ് കോൺഗ്രസ് കരുതി വെക്കുക? ഈ CAA പോലെ വിഷയങ്ങളിൽ ഇപ്പോഴും കോൺഗ്രസിന് അവ്യക്തതയുണ്ട് എന്ന ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ എന്ത് നിലപാടെടുത്തുകൊണ്ടാവും കോൺഗ്രസിനെതിരെ ചെറുക്കുക? ഒപ്പം പൊതുവിൽ ഓരോ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം അപ്പുറം സംസ്ഥാനത്തെ പൊതുവായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പൊതുവായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു തന്ത്രം എന്ത് തന്നെയായിരിക്കും? അത് സംസ്ഥാനത്തെ സർക്കാരിന്റെ പ്രകടനം അടക്കമുള്ള വിഷയങ്ങളാണോ, അതെങ്കിലും മറ്റേതെങ്കിലും വിഷയങ്ങൾ അവർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സജിത്ത്, അരുൺ സൂചിപ്പിച്ച പോലെ ദേശീയ വിഷയം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ചർച്ചകൾക്ക് വഴിവെക്കുക. അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം അത് വലിയ തരത്തിൽ ഇടത് കേന്ദ്രങ്ങളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. എന്തായാലും അതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടത്തിന് മുമ്പിൽ നിന്നത് പിണറായി വിജയനല്ല, അല്ലെങ്കിൽ ഇടത് സർക്കാരല്ല. അതിനു മുൻപ് തന്നെ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നുവെന്ന കൃത്യമായ പ്രതികരണങ്ങളുമായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ശക്തമായ പ്രതിഷേധം അത് സംസ്ഥാനത്തെ എല്ലാ ന്യൂനപക്ഷ മുന്നേറ്റമുള്ള മേഖലകളിലും നടത്തണമെന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് വിഴിഞ്ഞത്തും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. എന്തായാലും പൊതു ചിത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ അതെങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ ഇന്നത്തെ ക്യാമ്പയിൻ കമ്മിറ്റി യോഗത്തിൽ നിർണായകമായ ഒരു തീരുമാനമുണ്ടാക്കും. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കാൻ മുരളീധരനെ രംഗത്തിറക്കുന്ന അപ്രതീക്ഷിത നീക്കത്തിലൂടെ കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് കൈക്കൊണ്ടത്. അത് ഈ പോരാട്ടം BJP-യും കോൺഗ്രസും തമ്മിലാണ് എന്ന തരത്തിലുള്ള പ്രതീതി പരത്തുന്നതിന് വ്യാപകമായി വഴിവെക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിലേക്ക് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കിക്കുന്നതിലൂടെ നേർക്കുനേർ പോരാട്ടമാണ് BJP-യും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണം ശക്തമാകുന്ന തരത്തിലേക്ക് ഇടയ്ക്കൊന്ന് ഇടപെട്ടുകൊണ്ട് ഇന്ന് തൃശ്ശൂരിൽ നിന്നും K. മുരളീധരൻ്റെതായി പുറത്തു വന്ന ഒരു പ്രസ്താവന, മലപ്പുറത്തും കേരളത്തിൽ പൊതുവെയും CPM BJP വോട്ട് കച്ചവടം നടക്കുന്നു. അദ്ദേഹം പരാമർശിക്കുന്ന രണ്ടിടങ്ങളാണ്. ഒന്ന്, തൃശ്ശൂരിൽ CPM അവിടെ BJP കൂട്ടുമറിക്കുന്നു, വടകരയിൽ തിരിച്ച് BJP CPM-ലേക്ക് കൂട്ടുമറിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ BJP CPM ധാരണയുണ്ടോ എന്ന ആരോപണം ഒരുപക്ഷെ കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അത് K. മുരളീധരനിലൂടെ പുറത്തു വന്നു എന്നത് ഇനി നേതാക്കളും ഏറ്റെടുക്കാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ടോ? ഈ സ്വാഭാവികമായി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചു തന്നെ കാണണം. അവർ അവിടെ കൃത്യമായി പറയുന്നത് സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ കേരളത്തിലും സർക്കാരിനെതിരെ ഉയർന്നു, മുഖ്യമന്ത്രി ഓഫീസിനെതിരെ ഉയർന്നു. പക്ഷേ അവിടെയൊക്കെ അന്വേഷണം നടക്കുന്നതല്ലാണ്ട് അതെല്ലാം കാറ്റിൽ പാറി തെന്നിമാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനപ്പുറത്തേക്ക് അന്വേഷണം കൃത്യമായി എവിടേക്കും എത്തുന്നില്ല എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണമാണ് നേതാക്കളൊക്കെ മുമ്പോട്ട് വെച്ചത്. അവിടെ തൊട്ടാണ് BJP-യും CPM-ഉം തമ്മിലൊരു ഡീൽ കേരളത്തിലുണ്ട്. ആ ഡീല് വോട്ട് മറിച്ചു നൽകി BJP-ക്ക് താമര വിരിയിക്കാൻ കേരളത്തിൽ അവസരമൊരുക്കുകയാണ് എന്ന ആക്ഷേപം കോൺഗ്രസ് നേതാക്കളെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി K. മുരളീധരൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് തീർച്ചയായും ചില അടിയൊഴുക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ അത്തരത്തിലൊരു ആരോപണം ഇടത് കേന്ദ്രങ്ങൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് വലിയ ചോദ്യം ഉയരും, അതിന് തെളിവുണ്ട് എന്ന ചോദ്യം വരും. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തി കാണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം, ഇത്രയധികം ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരെ അടക്കം ഉയർന്നിട്ടും എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നു, അത് തന്നെയാണ് ഈ രഹസ്യധാരണയുടെ കാരണമെന്ന പ്രചാരണം സംസ്ഥാനത്തുടനീളം അഴിച്ചുവിടുന്ന തരത്തിലായിരിക്കും കോൺഗ്രസിന്റെ പ്രചാരണം മുമ്പോട്ട് പോകുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്ത് CPM തന്നെയാണ്